ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെയും സാങ്കേതിക രംഗത്തെയും ഒരുപോലെ നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിൽ ഇന്ത്യയുടെ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഗൽഗോട്ടിയാസിനെ പുറത്താക്കിയിരിക്കുകയാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്തെന്ന് അവകാശപ്പെട്ട് അവർ പ്രദർശിപ്പിച്ച ഒരു റോബോട്ട് നായയെ ചൊല്ലിയുള്ള വിവാദമാണ് ഈ നടപടിക്ക് പിന്നിൽ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റിയെ പുറത്താക്കാൻ തീരുമാനിച്ചത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഗ്രേറ്റർ നോയിഡ ആസ്ഥാനമായിട്ടുള്ള ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി തങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസ് വികസിപ്പിച്ചെടുത്ത ഒറിയോൺ എന്ന പേരുള്ള റോബോട്ട് നായയാണ് സമ്മിറ്റിൽ അവതരിപ്പിച്ചത്. മാധ്യമങ്ങളോട് സംസാരിച്ച യൂണിവേഴ്സിറ്റി പ്രതിനിധികളും പ്രൊഫസർമാരും ഇത് തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് ആത്മവിശ്വാസത്തോടെ അവകാശപ്പെട്ടു. എന്നാൽ ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സംഗതി മാറിമറിഞ്ഞു. ഈ റോബോട്ട് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്പനിയായ യൂണിട്രി നിർമ്മിച്ച യൂണിട്രി ഗോ 2 എന്ന മോഡലാണെന്ന് നെറ്റിസൺസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തി. ഏകദേശം 2 മുതൽ 3 ലക്ഷം രൂപയ്ക്ക് ഓൺലൈനിൽ ലഭ്യമായ ഒരു ഉൽപ്പന്നത്തെയാണ് സ്വന്തം കണ്ടുപിടുത്തമായി യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം വേദികളിൽ തങ്ങളുടേതല്ലാത്ത കണ്ടുപിടുത്തങ്ങൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവയ്ക്കുന്നതിന് വലിയ വിമർശനമാണ് ലഭിക്കുന്നത്. ഇതിനെ കോപ്പി പേസ്റ്റ് വിദ്യാഭ്യാസം എന്നാണ് നെറ്റിസൺസ് കളിയാക്കുന്നത്. വിവാദം കൊഴുത്തതോടെ സമ്മിറ്റ് അധികൃതർ കർശന നടപടി സ്വീകരിച്ചു. എക്സ്പോ ഏരിയയിൽ നിന്ന് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൾ ഒഴിഞ്ഞു പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ വികസനത്തെ ഗൗരവമായി കാണുന്ന ഒരു വേദിയിൽ ഇത്തരം തട്ടിപ്പുകൾ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. പുറത്താക്കിയതോടെ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി ഒരു പുതിയ അവകാശവാദവുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇത് തങ്ങൾ നിർമ്മിച്ചതാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ലേണിംഗ് ടൂളായിട്ടാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇവരുടെ പ്രൊഫസർമാരും പ്രതിനിധികളും ഇത് തങ്ങൾ നിർമ്മിച്ചതാണെന്ന് പറയുന്ന വീഡിയോകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഞങ്ങൾ ഇത് നിർമ്മിച്ചതല്ല, പക്ഷെ ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള തലമുറയെ ഞങ്ങൾ വളർത്തുന്നു എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പക്ഷം. പക്ഷേ ഈ വൈകിയുള്ള വിശദീകരണം ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ്യത നേടിയിട്ടില്ല. കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ മറ്റൊരാളുടെ അധ്വാനം സ്വന്തമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ ഫീൽഡിൽ ധാർമ്മികമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഗൽഗോട്ടിയാസിന് ഇപ്പോൾ നേരിടുന്ന ഈ വിമർശനം ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്കൂളുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നോക്കി കാണേണ്ടതാണ്.